കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 8, 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് ഫരിസേയർ വന്ന് യേശുവുമായി തർക്കിക്കാൻ തുടങ്ങി. അവർ അവനെ പരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നും ഒരടയാളം ആവശ്യപ്പെട്ടു. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ചു കേട്ട 2 വായനകളിലും നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു മൂല പാപം കണ്ടെത്താൻ പറ്റും. അതേതാണെന്ന് ചോദിച്ചാൽ അസൂയ എന്ന് പറയും. നമുക്ക് ആർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണ് ഇന്നത്തെ വായനകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനിങ്ങനെ വായിച്ചു പോയപ്പോൾ കായേൻ്റെ ബലിയിൽ കർത്താവ് പ്രീതികരമായില്ല, ആബേലിൻ്റെ ബലിയിൽ കർത്താവ് പ്രീതികരനായി. ആബേലിൻ്റെ ബലി പ്രീതികരനായാലും കായേൽ എന്തിനാണ് ആബേലിനോട് ദേഷ്യപ്പെടുന്നത്, അസൂയപ്പെടുന്നത്? ദൈവത്തോടല്ലേ നമ്മൾ പരാതി പറയണ്ടേ? നീ എന്തുകൊണ്ടാണ് എൻ്റെ ബലിയിൽ സംപ്രീതനാകാതെ പോയത് എന്ന്. അപ്പം അതിനുള്ള ഉത്തരവ് നമുക്ക് തൊട്ടടുത്ത വചനങ്ങളിൽ കാണാൻ പറ്റും. കായനോട് കർത്താവ് പറയുന്നു, ഉചിതമായത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നീയും സ്വീകാര്യനാകുമായിരുന്നില്ലേ? അപ്പോൾ ഉചിതമായ പ്രവൃത്തി അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതാണ് എൻ്റെ കാരണം. കായൻ ചെയ്ത ഒരു തെറ്റിന് കായൻ സ്വീകാര്യനായില്ല. അതിൻ്റെ പേരിൽ ആബേൽ നല്ല പ്രവൃത്തി ചെയ്തു. ആബേൽ ദൈവത്തിന് സ്വീകാര്യമായി ബലിയർപ്പിച്ചു. അതിന് ദൈവം പ്രസാദിച്ചു. ഞാൻ അതിനും ആബേലിനോട് അസൂയപ്പെട്ടുകൊണ്ട് കാര്യമുണ്ടോ? ഇതെന്ന് നമ്മുടെയൊക്കെ അസ്ഥികളെ ജീർണിപ്പിക്കുന്ന രീതിയിൽ പലരുടെ ജീവിതത്തിൽ അസൂയ കയറി പിടിച്ചിട്ടുണ്ട്. അത് സ്വന്തം കൂടപ്പറപ്പ് പോലും നന്നാകുന്നത് കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന സ്വന്തം കൂടപ്പറപ്പ് പോലും നന്നാകുന്നത് കാണുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. സ്വന്തം കുടുംബാംഗങ്ങളിൽ എന്തെങ്കിലും നന്മയുണ്ടാകുന്നതോ, അവിടെ കുടുംബമോ അവിടെ വരുമാന മാർഗങ്ങളോ അവരുടെ മക്കളോ ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്ന കാണുമ്പോൾ വല്ലാത്ത പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിച്ചിലാണ്. അതിന് മറ്റൊരു വാക്കാണ്, അസൂയയ്ക്ക് മറ്റൊരു വാക്ക് ചൊറിച്ചിലാണ് ചിലവർക്ക്. ഇതൊരു വിശുദ്ധീകരിക്കപ്പെടേണ്ട വികാരമാണ്. ഇതൊരു മൂലഭാവമാണ്. ഈ അസൂയ നമ്മളെ പല പാപങ്ങളിലേക്ക് എത്തിക്കും. അതിനേക്കാളും അതുകൊണ്ടാണല്ലോ ഇതിനെ മൂലപാപങ്ങളിൽ ഒന്നായിട്ട് അസൂയ കാണുന്നത്. കാരണം എന്താ? ഇത് മറ്റനേകം പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കും. കായൻ ആബേലിനോട് അസൂയ തോന്നി അവൻ്റെ ബലി സ്വീകരിക്കാതിരുന്നതിൽ അതിന് അവസാനം എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ആ അസൂയ അവനെ കൊലപാതകത്തിലെത്തിച്ചു. അസൂയ കൊലപാതകത്തിലെത്തിച്ചു. ജോസഫിനോട് അപ്പനുണ്ടായിരുന്ന പ്രത്യേക സ്നേഹം സ്വന്തം സഹോദരങ്ങൾക്ക് അങ്ങോട്ട് ദഹിച്ചില്ല. അതുകൊണ്ട് അവനോട് അസൂയ തോന്നി. അവസാനം എന്താ സംഭവിച്ചത്? അവനെ പിടിച്ച് മറ്റൊരു ദേശക്കാർക്ക് വിറ്റു. കുറച്ച് പൊട്ടക്കണ്ടറിലിട്ടു, പിന്നെ മറ്റൊരു ദേശത്തേക്ക് വിറ്റു. സ്വന്തം കൂടപ്പിറപ്പിനെ അവർ തിരസ്കരിച്ചു അസൂയ കാരണം. ദാവീദ് 10,000 കൊന്നു, സാവൂള് 1000 കൊന്നു എന്നുള്ള ആ ഒരു ഉച്ചത്തിലുള്ള സംഗീതം സാവൂളിന് സഹിക്കാൻ പറ്റില്ല. ദാവീദിനോട് അസൂയ തോന്നി. പിന്നീട് സാവൂളിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടി നടക്കുക. ഒരു രാജാവ് രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ ദാവീദിനെ കൊല്ലാൻ വേണ്ടി, തനിക്കെതിരെ ഒരു തിന്മയും ചെയ്യാത്ത ദാവീദിനെ കൊല്ലാൻ വേണ്ടി ശേഷിച്ച കാലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അസൂയ കൊണ്ട് ഒരുവൻ്റെ ജീവിതം നശിക്കാൻ വേറെ ഒന്നും വേണ്ട. ഹൃദയത്തിൽ ഈ തിന്മ കയറി പറ്റിയാൽ നിശ്ചയമായിട്ടും ജീവിതം നശിക്കും എന്നുള്ളതും, ജീവിതത്തിൻ്റെ സാധ്യതകളിലുള്ള നന്മകൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതും, മുന്നോട്ടുള്ള ജീവിതത്തിൽ മുഴുവനും ഈ തിന്മ ഒരുവൻ്റെ മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ ഭരിച്ച് ഒരുവനിലൂടെ വെളിപ്പെടേണ്ട ദൈവീകമായ നന്മകളെയും ഉപരി ദൈവീകമായ സ്വഭാവത്തെയും നശിപ്പിച്ച് കളയുന്നുള്ളതിന് കൃത്യമായ അടയാളങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും.
അതുകൊണ്ടാണ് ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഒരു അടയാളം ചോദിക്കുക. തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, 5 അപ്പവും ഏതാനും മീനും കൊണ്ട് 4000 പേരെ തീറ്റിപ്പോയിട്ടതിന് ശേഷമാണ് ഈ പരിസയർ വന്നിട്ട് ഞങ്ങൾക്ക് അടയാളം വേണമെന്ന് പറയുന്നത്. ഇത്രയും വലിയ അത്ഭുതം നടന്ന് തൊട്ട് അടുത്ത നിമിഷത്തിൽ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ ഒരു അടയാളം നിങ്ങൾക്ക് തരാൻ പോകുന്നില്ലെന്ന്. കാരണം ഈശോ പറഞ്ഞു, ആ ലോകത്തിൽ നിന്നും ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന. ഇവർക്ക് സ്വർഗത്തിൽ നിന്ന് അടയാളം വേണ്ടേ? ജീവിക്കുന്നവനായ കർത്താവാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെട്ട ഏക അടയാളം. നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വീണ്ടെടുപ്പിനും വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ അടയാളം തന്നെയാണ് പുത്രനായ ഈശോ. സ്വർഗം തന്നെയാണ്, മറ്റൊരു വാക്യം പറഞ്ഞാൽ സ്വർഗം തന്നെയാണ് പുത്രനായ ഈശോ. ഈശോയുടെ ഇവർ വീണ്ടും അടയാളം ചോദിക്കുന്നത്. ഇന്നലകളിൽ അവന്റെ പ്രവൃത്തി കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. ഇവര് വീണ്ടും വീണ്ടും ഈ ചോദിച്ചുകൊണ്ടിരുന്ന കാരണം എന്താ? ഇവന്റെ പ്രവൃത്തികൾ അനേകർ ആകൃഷ്ടരാകുകയും അനേകർ കർത്താവിന്റെ ചുറ്റും തിങ്ങിക്കൂടുന്നതിനും കണ്ടപ്പോ ഇവരുടെ പ്രഭാഷണത്തിനോ ഇവരുടെ ശുശ്രൂഷകൾക്കൊന്നും അധികം പേരില്ല. അസൂയ തോന്നി. അതാണ് കാരണം. അസൂയ അസ്ഥികളെ പോലും ജീർണിപ്പിക്കുന്നു എന്നാ വചനം പറയുന്നത്. കൊരിന്തോസ്യർക്കെതിരെ പൗലോസിലെ പറയുന്നത്, നിങ്ങളിൽ ഇപ്പോഴും അസൂയം തർക്കമുണ്ടോ എങ്കിൽ നിങ്ങൾ ആത്മീയ മനുഷ്യരായിട്ടില്ല, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യരാണ്. അപ്പൊ നമ്മൾ ജഡിക മനുഷ്യരാണോ യഥാർത്ഥ ആത്മീയ മനുഷ്യരാണോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ തന്നെ സ്വഭാവത്തിലേക്ക് നോക്കിയാൽ മതി. കർത്താവ് പറഞ്ഞതുപോലെ, മോനെ, നീയും ഉചിതമായത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ദൈവത്തിന് സ്വീകാര്യമായ പ്രവൃത്തിയിൽ വ്യാപരിച്ചിരുന്നെങ്കിൽ നീ തിരസ്കരിക്കപ്പെടില്ലായിരുന്നു. എന്നിട്ട് കർത്താവ് ചോദിച്ചു, നിന്റെ മുഖം എന്തിനാ വാടിയിരിക്കുന്നേ? നീ എന്തിനാ കോപിച്ചിരിക്കുന്നേ? മറ്റൊരുവൻ അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ എന്തിനാ വിഷമിക്കുന്നേ? മറ്റൊരുവനെ ഉയർച്ചയുണ്ട്, നീ എന്തിനാ സങ്കടപ്പെടുന്നേ എന്നാ കർത്താവ് ചോദിച്ചേ. നീ ഉചിതമായത് പ്രവർത്തിക്കുക, ദൈവസന്നിധിയിൽ സ്വീകാര്യമായൊരു ജീവിതമായ നിന്റെ ജീവിതം മാറട്ടെ. തിരുത്തപ്പെടേണ്ടത് നിന്റെ ജീവിതത്തിലാണ്. അതുകൊണ്ടാണ് ഈ സഹോദരനെ കൊന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് വന്നിട്ട് ചോദിക്കും, സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ കായ ചോദിക്കും, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? അല്ല, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? കർത്താവിനോട് ചോദിച്ചാ. അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ സഹോദരന്റെ രക്തം വീണ മണ്ണ് സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്നു. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപമാണ് ഈ പറയുന്ന കൊലപാതകം. അതിന് കാരണമായത് സ്വന്തം സഹോദരനോടുള്ള ഹൃദയത്തിൽ നിറഞ്ഞ അസൂയയാണ്. അതുകൊണ്ട് അസൂയ നമ്മുടെ അധപ്പതനത്തിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും നിശ്ചയമായിട്ടും വളർച്ചയുടെ തടസ്സത്തിനും കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ ഒരു വിശുദ്ധീകരണത്തിനായി ഈ ബലിയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹമാണ് പരമാർത്ഥമായ, നിഷ്കളങ്കമായ, നിസ്വാർത്ഥമായ സ്നേഹമാണ് ഓരോ വിശുദ്ധ കുർബാനയിൽ നാം സ്വീകരിക്കുക. ആ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ സ്നേഹത്താൽ, ഈ നിസ്വാർത്ഥമായ സ്നേഹത്താൽ, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ വൈകാരികതകളെയും ബന്ധങ്ങളെല്ലാം വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ നിറയാൻ നമുക്ക് ആഗ്രഹിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.